സൂര്യന്റെ അയനം. കിഴക്കുനിന്നാണ് സൂര്യൻ ഉദിച്ചു വരുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ചില സന്ദർഭങ്ങളിൽ സൂര്യൻ ക്രമേണ വടക്കോട്ട് മാറുന്നതായിട്ടും മറ്റു ചിലപ്പോൾ സൂര്യൻ ക്രമേണ തെക്കോട്ട് മാറുന്നതായിട്ടും നമുക്ക് അനുഭവപ്പെടാറുണ്ട്. ഈ ഒരു പ്രതിഭാസത്തെയാണ് സൂര്യന്റെ അയനം എന്ന് പറയുന്നത്. നമുക്കിവിടെ നോക്കാം. സൂര്യന്റെ അയനം. അയനം രണ്ടു തരത്തിലുണ്ട്. ഇവിടെ ദക്ഷിണായനം എന്നതിനെ പറ്റിയാണ് പറയുന്നത്. സൂര്യന്റെ ദിനചലനപഥം ക്രമേണ തെക്കോട്ട് നീങ്ങി വരുന്നതായി തോന്നുന്ന പ്രതിഭാസമാണ് ദക്ഷിണായനം. അപ്പോൾ ഉത്തരായനം എന്ന് പറയുന്നത് സൂര്യൻ ക്രമേണ വടക്കോട്ട് മാറുന്നതായി തോന്നുന്ന പ്രതിഭാസമാണ്. ഭൂമിക്ക് സ്വന്തം അച്ചുതണ്ടിന്മേൽ ഉണ്ടെന്ന് പറയപ്പെടുന്ന 66.5 ഡിഗ്രി ചരിവാണ് ഇതിന്റെ കാരണം. ഇതിനെ സൺഗ്ലോക്ക് ഉപയോഗിച്ച് നമുക്കൊന്ന് നിരീക്ഷിച്ചു നോക്കാം. സൺഗ്ലോക്ക് തുറക്കുകയാണ്. ആപ്ലിക്കേഷൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. എഡ്യൂക്കേഷൻ എന്നതിന് നേരെ സൺഗ്ലോക്ക് സെലക്ട് ചെയ്യുന്നു. സൺഗ്ലോക്ക് വിൻഡോ മാക്സിമൈസ് ചെയ്യുന്നു. ടൂൾ ബോക്സ് കാണുവാൻ വേണ്ടി വിൻഡോയിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇനി മാപ്പ് വിൻഡോയിലേക്ക് പോകേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇവിടെ ടൂൾ ബോക്സിൽ നിന്നും മാപ്പ് വിൻഡോയുടെ കീഴിൽ ക്ലിക്ക് ചെയ്യുന്നു. അക്ഷാംശരേഖകൾ കാണുന്നതിന് വേണ്ടി ടി എന്ന ടൂളിൽ ക്ലിക്ക് ചെയ്യുകയാണ്. പ്രധാന അക്ഷാംശരേഖകൾ വന്നു കഴിഞ്ഞു. ഇനി ഇതിന്റെ ഡിഗ്രി അളവുകൾ കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. അത് കാണുവാൻ വേണ്ടി ഇവിടെ പി എന്ന ടൂളിൽ ക്ലിക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ വട്ടം വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ അക്ഷാംശരേഖകളുടെ ഡിഗ്രി അളവുകൾ ഇവിടെ വന്നു കഴിഞ്ഞു. ഇതിന്റെ സെന്ററിൽ 0 ഡിഗ്രി എന്ന് അടയാളപ്പെടുത്തിയതാണ് ഭൂമധ്യരേഖ. പിന്നീട് ഇവിടെ 20 ഡിഗ്രിയും 30 ഡിഗ്രിയും അടയാളപ്പെടുത്തിയതിനിടയിൽ ഉത്തരായന രേഖ 23.5 ഡിഗ്രി ഉത്തരായന രേഖ കാണുന്നുണ്ട്. ഇവിടെ 20നും 30നും മധ്യ 23.5 ഡിഗ്രി ദക്ഷിണായന രേഖയും കാണുന്നുണ്ട്. സൂര്യന്റെ അയനം എന്ന് പറയുന്നത് ഈ രണ്ട് രേഖകൾക്കിടയിലായിരിക്കും സംഭവിക്കുന്നത്. അതായത് സൂര്യൻ ഇവിടെ ഭൂമധ്യരേഖയിൽ നിന്ന് ക്രമേണ ഉത്തരായന രേഖയിലേക്ക് പോകുമ്പോൾ അത് ഉത്തരായനമാകും. വീണ്ടും തിരിച്ചത് ദക്ഷിണായന രേഖയിലേക്ക് വരുമ്പോൾ അത് ദക്ഷിണായനമാകും. ഇതാണ് വടക്കുഭാഗം. വടക്കുഭാഗത്തേക്ക് സഞ്ചരിക്കുമ്പോൾ ഉത്തരായനവും തെക്കുഭാഗത്തേക്ക് സഞ്ചരിക്കുമ്പോൾ ദക്ഷിണായനവും. ഇത് കിഴക്കുഭാഗമാണ്. ഇത് പടിഞ്ഞാറ് ഭാഗമാണ്. സൂര്യൻ ഭൂമധ്യരേഖയിൽ നിന്ന് ഉത്തരായന രേഖയിലേക്ക് വന്ന് തിരിച്ച് ഭൂമധ്യരേഖയിൽ വരുന്ന അത്രയും കാലം ചേർന്നതാണ് ഉത്തരായനം. അതിന് ഏകദേശം 6 മാസം സമയമെടുക്കും. അതുപോലെ ഭൂമധ്യരേഖയിൽ നിന്ന് വീണ്ടും ദക്ഷിണായന രേഖയിലെത്തി ഭൂമധ്യരേഖയിലേക്ക് തിരിച്ചു വരുന്നത് വരെയുള്ള സമയമാണ് ദക്ഷിണായനം. അതിനും ഏകദേശം 6 മാസം സമയമെടുക്കും. അപ്പോൾ നമുക്കിവിടെ സൺഗ്ലോക്കിൽ അതിനെ കാണണമെങ്കിൽ നമുക്കിവിടെ പ്രോഗ്രസ് വാല്യൂ മാറ്റിക്കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇവിടെ 1 സെക്കൻഡിന് 1 മിനിറ്റ് എന്ന തോതനുസരിച്ച് ആയിരിക്കും ചലനം പ്രത്യക്ഷമാകുന്നത്. നമുക്കവിടെ മാറ്റം വരുത്തേണ്ടതുണ്ട്. ഒരു ദിവസമായി മാറ്റം വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഇവിടെ അഡ്ജസ്റ്റ് പ്രോഗ്രസ് വാല്യൂ എന്ന ജി എന്ന ടൂളിൽ ക്ലിക്ക് ചെയ്ത് 1 മിനിറ്റ് എന്നത് 1 ഡേ എന്നാക്കേണ്ടതുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. 1 അവർ ആയി. 1 ഡേ ആയിക്കഴിഞ്ഞു. നമുക്കിവിടെ സൂര്യന്റെ ആനിമേഷനാണ് കാണേണ്ടത്. അതുകൊണ്ട് സൂര്യനെ ഇവിടെ പ്രത്യക്ഷപ്പെടുത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി വൈ എന്ന ടൂളിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ സൂര്യൻ പ്രത്യക്ഷമായിട്ടുണ്ട്. ഇനി നമുക്ക് ആനിമേഷൻ നൽകേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇവിടെ ഓപ്ഷൻ കമാൻഡ് വിൻഡോയിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ സ്റ്റാർട്ട് ഓർ സ്റ്റോപ്പ് ആനിമേഷൻ എന്ന ടൂളിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ആനിമേഷൻ തുടങ്ങിക്കഴിഞ്ഞു. സൂര്യന്റെ ചലനം ശ്രദ്ധിക്കുക. 23.5 ഡിഗ്രി വടക്കോട്ടും 23.5 ഡിഗ്രി തെക്കോട്ടും മാറി സൂര്യൻ സഞ്ചരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇതാണ് സൂര്യന്റെ അയനം.